വാരപ്പെട്ടി മൈലൂർ തടത്തെ അനധികൃത കള്ളുഷാപ്പ് നിർത്തലാക്കണമെന്ന KCBC മദ്യലഹരി വിരുദ്ധ സമിതി ആവശ്യപ്പെട്ടു. 25 ദിവസത്തിലധികമായി നടത്തിവന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് KCBC മദ്യലഹരി വിരുദ്ധ സമിതിയും മദ്യവിരുദ്ധ ഏകോപന താലൂക്ക് സമിതിയും സംയുക്തമായി യോഗവും നടത്തി. വാരപ്പെട്ടി പഞ്ചായത്തിൽ മൈലൂർ തടത്ത് നിയമങ്ങൾ കാറ്റിൽ പറത്തി ജനവാസ മേഖലയിൽ സ്ഥാപിച്ചിരിക്കുന്ന അനധികൃത കള്ളുഷാപ്പ് നിർത്തലാക്കണമെന്നാവശ്യപ്പെട്ട് മൈലൂർ തടം ജനകീയ കൂട്ടായ്മ കഴിഞ്ഞ 25 ദിവസത്തിലധികമായി നടത്തിവരുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് KCBC മദ്യലഹരി വിരുദ്ധ സമിതിയും മദ്യവിരുദ്ധ ഏകോപന സമിതി താലൂക്ക് സമിതിയും സംയുക്തമായി യോഗം നടത്തിയത്. 90 വയസ്സ് പ്രായമുള്ള മംഗലത്ത് അയ്യപ്പനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇദ്ദേഹത്തിന്റെ ഉപയോഗയോഗ്യമല്ലാത്ത കെട്ടിടത്തിൽ ഈ ഷാപ്പ് പ്രവർത്തിക്കുന്നത്. കള്ളുഷാപ്പിന് ആവശ്യമായ തെങ്ങോ പനയോ ഈ പ്രദേശത്ത് ചെത്തുന്നില്ല. അന്യസംസ്ഥാന തൊഴിലാളികളെ ലക്ഷ്യമിട്ട് തുടങ്ങുന്ന ഷാപ്പ് നാട്ടുകാരുടെ സമാധാന ജീവിതത്തിന് തടസ്സം സൃഷ്ടിക്കുമെന്നും കുട്ടികൾക്കും സ്ത്രീകൾക്കും വഴി നടക്കാൻ പോലും കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമെന്നതിനാൽ ഷാപ്പ് നിർത്തലാക്കാൻ സംസ്ഥാന ഗവൺമെന്റ് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും KCBC മദ്യലഹരി വിരുദ്ധ സമിതി കോതമംഗലം രൂപതാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. കേരള മദ്യവിരുദ്ധ ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും KCBC മദ്യലഹരി വിരുദ്ധ സമിതി രൂപതാ പ്രസിഡന്റുമായ ജെയിംസ് കോറമ്പേൽ യോഗം ഉദ്ഘാടനം ചെയ്തു. നിയമപരമായി എല്ലാവരുടെയും ഷാപ്പ് സ്ഥാപിച്ചിട്ടുള്ളത് അതിന് ശക്തമായ പ്രതിഷേധവുമായി കഴിഞ്ഞ 25 ദിവസമായി ഇവിടെ സമരസമിതിയുടെ നേതൃത്വത്തിൽ സമരം നടന്നു വരികയാണ്. ഈ സമരം നടക്കുന്നവർ ആ ഷാപ്പിൻ്റെ പരിസരത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ ഓർഡർ അടക്കം ഈ അബ്കാരി കോൺട്രാക്ടർമാർ സംഘടിപ്പിച്ചിട്ടുണ്ട്. കൃത്രിമമായ മാർഗത്തിലൂടെ ഇവിടെ ഈ ഷാപ്പ് സ്ഥാപിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ഷാപ്പിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ സമരം ഇവിടെ നടന്നു വരുന്നത്. ജനകീയ കൂട്ടായ്മ ജനറൽ കൺവീനർ സനൽ രാജു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. രൂപത ജനറൽ സെക്രട്ടറി ജോണി കണ്ണാടൻ, ജോയ് പടയാട്ടിൽ, ബിജു വെട്ടിക്കുഴ, ജിജു വർഗീസ്, സാബു കുരിശിങ്കൽ, മാർട്ടിൻ കീഴേമാടൻ, ജോൺ തോമസ്, ബിന്ദു ഷാജു, ബിജി സൽജു, ബിബി ജോസഫ് എന്നിവർ പങ്കെടുത്തു. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTTയിലെ KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.